വള്ളുവനാടുകാരുടെ പ്രിയപ്പെട്ട ഒരു കറിയായ മുളക് വറുത്തപ്പുളിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിച്ചു വരുന്നത്. സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നൊരല്പം വ്യത്യാസത്തിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതലൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മുഴുവൻ കാണുക, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഈ കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിതുപോലെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. പുളിയുള്ള കറിയൊക്കെ മൺചട്ടിയിൽ വെക്കുന്നതാണ് നല്ലത്. ഈ കറിയിലേക്ക് ഏറ്റവും ആവശ്യമുള്ളത് പുളി തന്നെയാണ്. ഞാനൊരു നാരങ്ങ മുഴുപ്പിൽ പുളി എടുത്തിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചതാണ്. നല്ലതുപോലെ കുതിർന്ന ശേഷം നല്ലതുപോലെ ഞെരടി പിഴിഞ്ഞ് നമുക്ക് ഈ കറി ആദ്യം തന്നെ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിയൊക്കെ നമ്മുടെ വീട്ടിലുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. കൂടുതൽ പുളി വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുക്കാം. ഈ കറിക്ക് കുറച്ച് പുളി ഉള്ളതാണ് കറിക്കൊരു ടേസ്റ്റ്. ഈ കറിയുടെ പ്രത്യേകതയും നല്ല പുളിയുള്ളൊരു കറി തന്നെയാണിത്. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രയാണോ കറി ആവശ്യം അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിതിനകത്തേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നിറയെ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് നല്ലതുപോലെ വെട്ടി തിളച്ച് തുടങ്ങുമ്പോൾ നമ്മളൊന്ന് തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. എന്നിട്ടൊരു 10-20 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. കറി തിളച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞു. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സാമ്പാർ പൊടിയാണ്. ഒരു 3/4 ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് വെട്ടി തിളയ്ക്കണം. അങ്ങനെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. സാമ്പാർ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നമുക്ക് കടുക് താളിക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ചധികം കടുക് ഇട്ട് കൊടുക്കാം. നല്ലതാണ്. കടുക് കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഇടുന്നത് ഒരു 10-25 ചെറിയ ഉള്ളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4-5 ഉണക്കമുളക് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഉള്ളി ഒന്ന് നല്ലതായിട്ടൊരു ബ്രൗൺ കളർ, ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നല്ലതുപോലെ മൂത്ത് അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞു. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മുളക് വറുത്തപ്പുളി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്നും അല്പം വ്യത്യാസമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കിയാൽ പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്